ഈ അസോസ്പെർമിയ എന്നുള്ളത് ഒട്ടും ബീജമില്ലാത്തൊരവസ്ഥയല്ലേ? അപ്പൊ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അറ്റ്ലീസ്റ്റ് നമ്മൾ 2 തവണയെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടേ നമുക്ക് അസൂസ്പെർമിയ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഒബ്സ്ട്രക്റ്റീവ്, നോൺ ഒബ്സ്ട്രക്റ്റീവ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഈ ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെർമിന്റെ പ്രൊഡക്ഷൻ അവരുടെ ടെസ്റ്റിസിൽ നടക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ബ്ലോക്ക് കൊണ്ടോ അല്ലെങ്കിൽ വാസ് ഡിഫറൻസ് ഒക്കെ ആബ്സെന്റ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ അത് പുറത്തു വരാതെ വരുന്ന കണ്ടീഷൻസ് ആണ്. അപ്പോൾ ഈ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയയിലൊക്കെ നമുക്ക് ശരിക്കും ടെസ്റ്റിസിൽ നിന്നോ എപ്പിഡൈൻസിൽ നിന്നോ ഒക്കെ കുത്തിയെടുത്ത സ്പേംസ് വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് IVF അഥവാ ICSI ട്രീറ്റ്മെന്റ് വഴിയാണ് നമുക്ക് അങ്ങനെയുള്ള കേസിൽ കുട്ടികൾ ഉണ്ടാവുക. അതായത് ഫീമെയിൽ പാർട്ട്ണറുടെ എഗ്ഗും പുറത്തെടുത്ത് ഈ കുത്തിയെടുത്ത ബീജവുമായിട്ട് യോജിപ്പിച്ച് അത് ഭ്രൂണമാക്കി ഗർഭപാത്രത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ICSI എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ്. അതുപോലെ നോൺ ഒബ്സ്ട്രക്റ്റീവ് അസൂസ്പെർമിയ, അതായത് ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ട് ജനറ്റിക് കണ്ടീഷൻസ് ലൈക്ക് ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, അതായത് 47XXY അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ്, പിന്നെ പ്രീവിയസ് റേഡിയോതെറാപ്പി, കീമോതെറാപ്പി അങ്ങനെയൊക്കെയുള്ള കേസുകളിലും അസൂസ്പെർമിയ കാണാറുണ്ട്. പിന്നെ ഹോർമോണൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോഗൊണാഡോട്രോപിക് ഹൈപ്പോഗൊണാഡിസം എന്നൊക്കെ പറഞ്ഞ് ഈ FSH ഒക്കെ വളരെ കുറവുള്ള കേസുകളിലൊക്കെ നമ്മൾ ഈ ഗൊണാഡ്രോപിൻസ് ട്രീറ്റ്മെന്റ് 6 മന്ത്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ചില കേസുകളിലൊക്കെ സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം അസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല എന്നല്ല അതിനർത്ഥം.